ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ കോർഫക്കാനിലുള്ള കുറേ കാഴ്ചകൾ കണ്ടു. അപ്പോൾ അവസാനമായി നമ്മൾ കണ്ടത് കോർഫക്കാനിലെ വാദി ഷീസ് ആയിരുന്നു. അപ്പോൾ വാദി ഷീസിൽ നിന്നും പിന്നെ നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് അൽ റഫീസ ഡാമിലാണ്. അപ്പോൾ കോർഫക്കാൻ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണാം. ഞാനിവിടെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങളിവിടെ പോയത് UAE നാഷണൽ ഡേയുടെ സമയത്താണ്. അപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ തിരക്ക് കാരണം ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ കൂടി ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആൻഡ് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ നമുക്കിനി ഇതിലെ കാഴ്ചകൾ കാണാം. ഇവിടെ ബോട്ടിംഗ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈൻ ഭയങ്കര ലോങ് ലൈനാണ്. ആൻഡ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 5 o'clock ആയി. ആൻഡ് 5:30 വരെ അവർ ടിക്കറ്റ്സ് കൊടുക്കും ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ചെയ്യാനുള്ള. അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഡാമിൻ്റെ ഈ ഒരു ഏരിയയിൽ കുറേ മീനുകളും ഡക്കൊക്കെ ഉണ്ട്. ആൻഡ് ഈ ഒരു ഏരിയ ബോട്ടിങ്ങുമായിട്ടും ഇങ്ങനെ സെപ്പറേറ്റഡ് ആണ്. ആൻഡ് ഇപ്പോൾ ഇവിടുന്ന് ആൾക്കാർ ഇങ്ങനെ ഇതിന് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ ഈ കരേൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിയുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.